നമസ്കാരം. ഇന്ത്യൻ രാഷ്ട്രീയം ഒരിക്കലും മറക്കാത്ത ഒരു വർഷമാണ് 1999. അന്നാണ് ഇറ്റലിക്കാരിയായ രാജീവിന്റെ വിധവ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് വരുന്നത്. പക്ഷേ സോണിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തേക്ക് വരുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അന്ന് അവിടെ നിന്നും പടിയിറങ്ങിപ്പോയ 3 നേതാക്കളുണ്ട്. ഒന്ന് ശരത് പവാർ, മറ്റൊന്ന് PA സാങ്മ, അതിനുശേഷം താരിഖ് അൻവർ. ഇവർ 3 പേരും ചേർന്ന് കോൺഗ്രസിനോട് തെറ്റിപ്പിരിഞ്ഞു പോയി മറ്റൊരു പാർട്ടി രൂപീകരിക്കുന്നു. ആ പാർട്ടിയാണ് നമുക്കൊക്കെ അറിയാവുന്ന നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി. എന്തായാലും 15 വർഷത്തോളം NCPയെ മുന്നിൽ നിന്ന് നയിച്ച ശരത് പവാറിന്റെ അവസ്ഥ ഇന്ന് വളരെ മോശമാണ്. ആരോഗ്യപരമായ അവസ്ഥ മാത്രമല്ല, രാഷ്ട്രീയത്തിലും അദ്ദേഹം ഒതുക്കപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. കാരണം NCPയിൽ ഒരു പിളർപ്പുണ്ടാവുന്നു. ആ പിളർപ്പിൽ അനന്തരവൻ തന്നെ പാർട്ടിയെ പിളർന്നുകൊണ്ട് പോകുന്നു. പിന്നീട് BJPക്കൊപ്പം അവർ ചേരുന്നു. അങ്ങനെ മഹാരാഷ്ട്രയിൽ വലിയ ഒരു സമ്മർദ്ദം തന്നെ NCPക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി 6-ാം തീയതി ഈ ശരത് പവാർ എന്ന മറാത്ത പവർ ഹൗസിന് ലഭിച്ച ഒരു തിരിച്ചടിയുണ്ട്. പ്രത്യേകിച്ചും NCPയുടെ ഔദ്യോഗിക ചിഹ്നവും അതിനോടൊപ്പം തന്നെ പാർട്ടിയുടെ പേരും ഉൾപ്പെടെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. ഇനി NCPയിൽ എന്തുണ്ട് ബാക്കി എന്ന് ചോദിച്ചാൽ ശരത് പവാർ മാത്രമേ ഉള്ളൂ എന്ന് പറയേണ്ടി വരും. അങ്ങനെ യഥാർത്ഥ NCP അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCP ആണ് എന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ വലിയ നിയമ പോരാട്ടം തന്നെ ശരത് പവാറും കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശരത് പവാർ ഈ ഒരു നിയമ പോരാട്ടത്തിലേക്ക് കടന്നിരിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് ഒരു സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട പാർട്ടി രംഗത്തെത്തുന്നത്. മറ്റാരുമല്ല, പണ്ട് ശരത് പവാർ എവിടെ നിന്നാണോ പടിയിറങ്ങിപ്പോയത് അതേ പാർട്ടി തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തെ തിരികെ വിളിക്കുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കഴിഞ്ഞ ദിവസമാണ് മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന്റെ ഒരു അടിയന്തര യോഗം ഉണ്ടായത്. അന്ന് മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള കേരളത്തിന്റെ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തല ശരത് പവാറുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെ ശരത് പവാറിന്റെ പക്ഷം കോൺഗ്രസിൽ ലയിക്കുമെന്നുള്ള ഊഹാപോഹങ്ങൾ ശക്തമായിരിക്കുകയാണ്. നമുക്കറിയാം, മഹാരാഷ്ട്രയിലും ഗോവയിലും കേരളത്തിലുമൊക്കെ മികച്ച അടിത്തറ ഉണ്ടാക്കിയ വലിയ ഒരു ശക്തിയുള്ള പാർട്ടി തന്നെയാണ് NCP എന്ന് പറയുന്നത്. പക്ഷേ പിന്നീട് അവർ ക്ഷയിക്കുന്നു, പിളർന്നു പോകുന്നു. ഇനി അധികാരത്തിലേക്ക് ആര്? ഈ അജിത് പവാർ പോയതിന് ശേഷം ഇനി അവിടെയുള്ള ഒരു നേതാവെന്ന് പറയുന്നത് സുപ്രിയ സുലെ മാത്രമാണ്. പക്ഷേ NCPയെ ഒറ്റയ്ക്ക് കൊണ്ടുപോകാനുള്ള കരുത്തൊന്നും സുപ്രിയ സുലെ എന്ന ഈ ശരത് പവാറിന്റെ മകൾക്കില്ല, ആ വനിതാ നേതാവിനില്ല. എന്തായാലും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം വരുന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതിലൊക്കെയും ഇവർ ഒന്നിച്ച് ലയിക്കുമോ അല്ലെങ്കിൽ പഴയതുപോലെ തന്നെ സഖ്യമായി നിലനിൽക്കുമോ എന്നുള്ള വലിയ ആശങ്കയുണ്ട്. നിലവിൽ എന്തായാലും കോൺഗ്രസിലേക്ക് തങ്ങളില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഈ ശരത് പവാറിന്റെ പക്ഷം. പക്ഷേ ശരത് പവാറിന്റെ മണ്ണാണ്. അവിടെ എന്തൊക്കെ രാഷ്ട്രീയ നാടകങ്ങൾ ഓരോ നിമിഷവും നടക്കുമെന്നതിനെക്കുറിച്ച് നമുക്കൊന്നും തന്നെ പ്രവചിക്കാൻ സാധിക്കുകയുമില്ല. എന്തായാലും കോൺഗ്രസിനൊപ്പം പോവുകയാണെങ്കിൽ NCPക്ക് ഭാവി ഉണ്ടാവില്ല, മറിച്ച് മിച്ചമാകുന്നത് കുറച്ച് ഭൂതകാല കുളിർ മാത്രമാവും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.